Hello, good morning. Good morning. Good morning, ma'am. Sound undo? Sound clear ആണോ? Yes. Okay, after a long gap, how are you all? സുഖാണോ? കുറെ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്? എന്ന് ചോദിക്കുമ്പോ ചില ആൾക്കാരോട് എപ്പോഴാ കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. പ്ലീസ്, ഞങ്ങൾ ടീച്ചറിനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയരുത്. കാണാത്തവരുണ്ടോ? എന്നെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് റൈസ് യുവർ ഹാൻഡ്സ്. ആദ്യമായിട്ട് കാണണേന്ന്, അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ ചോദിച്ച ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല. കുറെ ഗ്യാപ്പിന് ശേഷം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഇപ്പോഴും വീണ്ടും കണ്ടുമുട്ടുന്നത് ഇപ്പോഴാണ് എന്ന് പറയുന്നതില് അർത്ഥം ഉണ്ടാവില്ല അല്ലെ? എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? ആൻഡ് ഐ തിങ്ക് ഈ ഒരു ഏത് ബാച്ചിലെ കുട്ടികളാണ് നിങ്ങൾ അറിയാമോ? നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഏത് ബാച്ച്, എത്രാമത്തെ ബാച്ചാണ് നിങ്ങൾക്ക് തന്നെ അറിയാലോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാച്ച് പറയോ? 19 മാത്രമുള്ളൂ ഇവിടെ. 19 മാത്രമാണോ? 17, 18, 19 ഇത്രയും ആൾക്കാർ കാണണം. ഒന്ന് കൺഫേം ചെയ്തേ.
17, 18, 19 അറ്റ്ലീസ്റ്റ് ഇവരെങ്കിലും കാണണം. 19 I think your exams are going on. തുടങ്ങിയോ? എക്സാം ഇല്ല, തുടങ്ങിയിട്ടില്ല അല്ലെ? തുടങ്ങാനിരിക്കുന്നു. 21th ബാച്ചിലുള്ളവരുണ്ടോ? 21st ബാച്ചിൽ ആരെങ്കിലും ഉണ്ടോ? ഇപ്പഴേ ചേർന്നുണ്ട് അല്ലെ? 21st ബാച്ചിലെ കുട്ടി ഉണ്ടല്ലോ, ഇവിടെ പറഞ്ഞല്ലോ. 21 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ആര്യോ പറഞ്ഞു. ഓക്കെ, യെസ്. 21st ഐ തിങ്ക് വെനസ്ഡേ ആണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ HA19കാരും ഇതിനകത്തുണ്ട്. HA19ന്റെ എക്സാം തുടങ്ങിയിട്ടില്ല കേട്ടോ. അന്ന് HA17ഉം 18കാരുടെയും ഇൻഫോർമേഷനിലേക്ക് വേണ്ടി പറയാണ്. HA19 എന്ന് പറയുന്ന ബാച്ച് കൂടി, അങ്ങനെ 3 ബാച്ചസ് വെച്ചിട്ടാണ് നമ്മുടെ PG. അല്ലെങ്കിൽ അറിയാലോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രെങ്ത് ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ HA19ന്റെ എക്സാം 21st സ്റ്റാർട്ട് ചെയ്യും. 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 28നാണ് തോന്നുന്നത്. അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു സാറ്റർഡേ സൺഡേ ഒക്കെ വരുമായിരിക്കും. അപ്പൊ 28നാണ് അവരുടെ എക്സാം കഴിയുക. അപ്പൊ നമുക്ക് ജനുവരി 30th നമ്മളുടെ ക്ലാസ്സുകൾ, നമ്മളുടെ HA-PG ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ക്ലാസ്സുകൾ തുടങ്ങുക ജനുവരി 30th. അത് നിങ്ങളുടെ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും. ജനുവരി 30 ഇപ്പൊ പറഞ്ഞിരിക്കുന്ന മനുഷ്യരാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഇൻകൺവീനിയൻസോ ഉണ്ടെങ്കിൽ മാത്രമേ മാറുള്ളൂ. കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ 19th എക്സാം നടക്കാൻ ഇരിക്കെ അത് നടന്ന് നമുക്കറിയാലോ, അവർക്ക് അതും പഠിക്കേണ്ടി വരും. പിന്നെ ഇപ്പൊ നമ്മൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാ ആ ക്ലാസ്സസ് അവിടെയും ജോയിൻ ചെയ്യണം, ഇത് പഠിക്കുകയും വേണം. അപ്പൊ രണ്ടും കൂടി ക്ലാഷ് ആകും. അപ്പൊ എന്താ പറയാ പിന്നെ വേറെ നമുക്ക് നമ്മുടേതായ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇച്ചിരി ഡിലേ ആയത്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. ക്ലാസ്സുകൾ ഇവിടെ ഓൾറെഡി HA-PG ഇത് നമ്മളിപ്പോ 5th ബാച്ച് ആയിട്ടോ PG-നെ തുടങ്ങുന്നത്. ദാറ്റ് മീൻസ് 4 ബാച്ചസ് ഓൾറെഡി കഴിഞ്ഞു. ഇതുപോലെ ഇങ്ങനെ 3 വെച്ചിട്ടാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ അല്ലെ? അപ്പൊ അതുപോലെ ഇങ്ങനെ 5th ബാച്ചിലേക്കാണ് ഇപ്പൊ നമ്മൾ എത്തുന്നത്. ബാക്കി 4 ബാച്ചസ് ഓൾറെഡി ഒരെണ്ണം റണ്ണിങ് ആണ്, HA-PG 4. ബാക്കി എല്ലാം നമ്മളെ തീർന്നു, സർട്ടിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ടാണ് ഡിലേ ആകുന്നത് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ് കേട്ടോ. ഓക്കെ, മനസ്സിലാകുമോ നിങ്ങൾക്ക് പറഞ്ഞപ്പോ? why it is taking time to start the classes? അങ്ങനെ ചിന്ത ഉണ്ടാവും എല്ലാവർക്കും, എന്താ ഇത്ര വൈകണേ ക്ലാസ് തുടങ്ങാൻ നമ്മുടെ ക്ലാസ്സസ്. ശരിയാണ്, 17th ബാച്ചുകാരെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ക്ലാസ്സസ് തീർന്നു, അവരുടെ ഇതൊക്കെ കഴിഞ്ഞപ്പോ അവർക്ക് ഇച്ചിരി സമയമായിട്ടുണ്ട്. അത് ഒബ്വിയസ്ലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എങ്കിലും ഈ ഒരു കാരണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഡിലേ ആകുന്നത് എന്ന് മാത്രം അറിയുക. ഓക്കെ, ക്ലാസ് ജനുവരി 30 ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ ഇപ്പോ ഡേറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. സോ ആ ഒരു സമയത്ത് തന്നെ തുടങ്ങും. അതല്ല എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചിലപ്പോൾ ഫെബ്രുവരി 1st ഒക്കെ പോകുള്ളൂ. അതാണ് ഡേറ്റ് നോക്കിയിട്ട് ആയിരിക്കണം വിട്ടിരിക്കുന്നത്. ഐ തിങ്ക് സോ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിക്കുക. നമ്മള് ഈ HA ഒക്കെ നിങ്ങൾ പഠിച്ചപ്പോ എളുപ്പമായിരുന്നില്ലേ? മാർക്കൊക്കെ നന്നായി കിട്ടിയില്ലേ? നല്ല മാർക്കൊക്കെ കിട്ടി, നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തു. നിങ്ങൾക്ക് അതിന്റെ ചിലര് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം, ചിലർക്ക് എന്താ ചിലപ്പോ PG കൂടി കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ ഏതാണെങ്കിലും നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ ചെയ്ത ആ ഒരു എന്താ പറയാ ഉദ്യമം അല്ലെ, നമ്മൾ എടുത്ത ഒരു തീരുമാനം, നമ്മളത് പഠിക്കും, അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യും, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും. അതിന്റെ ഒരു എന്താ പറയാ ആവശ്യമാണ്. നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ തോന്നുള്ളൂ. നമുക്ക് ആവശ്യമാണ് അല്ലെ? അങ്ങനെ വരുമ്പോൾ നമുക്കത് അതിനോട് ഇഷ്ടം തോന്നി കമ്മിറ്റ്മെന്റോട് കൂടി ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും അതൊരു എന്താ പറയാ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് വേ ആയിരുന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വിത്തൗട്ട് എനി ഹിൻഡ്രൻസ്, ഒരു തടസ്സമൊന്നും ഇല്ലാതെ ആയിരിക്കില്ല എല്ലാവരും പഠിച്ചിരിക്കുന്നത്. കുറച്ചു പേർക്കൊക്കെ ചിലപ്പോൾ അതിന് തടസ്സങ്ങള് ബുദ്ധിമുട്ടുകള് അതൊക്കെ എന്താ പറയാ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്താണെങ്കിലും നമ്മളത് അല്ലെ, നമ്മളത് നേടിയെടുത്തു എന്നുള്ളതാണ് നമ്മളുടെ സന്തോഷം. അപ്പൊ തീർച്ചയായിട്ടും HA-PG നിങ്ങൾക്ക് കുറച്ചും നമ്മൾ ഓരോ കോഴ്സുകൾ പഠിക്കുമ്പോഴും അതിന്റെ ഹയർ സ്റ്റഡീസിലേക്ക് നമ്മൾ പോകുമ്പോൾ വി ആർ ബിക്കമിങ് ടാലന്റഡ്, എഫിഷ്യന്റ് അല്ലെ? നമ്മൾ അതിൽ ഭയങ്കര ടാലന്റും അതുപോലെ നമ്മൾ ഭയങ്കര എഫിഷ്യന്റും ആയിക്കൊണ്ടിരിക്കുക അതിന്റെ ഓരോ കോഴ്സ് നമ്മൾ മുകളിലേക്ക് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും. അപ്പൊ അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി നല്ല നല്ല എന്താ പറയാ ഈ കോഴ്സിന്റേതായ അടുത്ത ഹയർ സ്റ്റഡീസ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ആ ഒരു എന്താ പറയാ
ഒരു സ്റ്റേറ്റസ് കൂടി നമുക്ക് ഇൻക്രീസ് ചെയ്യാം. നമ്മുടെ കരിയർ ഡെവലപ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഓരോന്നിന്റെയും ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സുകളൊക്കെ അങ്ങനെയായിരിക്കും തുടങ്ങുക. നമ്മുടെ HAPG നമുക്ക് ആകെ 3 മൊഡ്യൂൾസേ ഉള്ളൂ, 3 മൊഡ്യൂൾസ് ആകെ ഉള്ളൂ കേട്ടോ. കമ്പയർഡ് ടു HA നമുക്കറിയാം, HA നമുക്ക് ഡിപ്ലോമയില് 52 ചാപ്റ്റേഴ്സ് 4 മൊഡ്യൂൾസിലായിട്ടുണ്ടായിരുന്നു അല്ലെ. 4 മൊഡ്യൂളും 52 ചാപ്റ്റേഴ്സും ആയിരുന്നു. അതിന്റെ പകുതി പോലും ഇല്ല. അപ്പൊ നമ്മളുടെ ഓരോ മൊഡ്യൂൾസിലും അതില് എന്താ പറയുക 3 മൊഡ്യൂൾസ് ഉള്ളൂ. ഓരോ മൊഡ്യൂൾസിലും 8, എല്ലാത്തിലും 8ആണ്. 24 ചാപ്റ്റേഴ്സ് ആണ് ആദ്യം ഉള്ളത്. 24 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ആൻഡ് നമുക്കറിയാം, ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡ്യൂറേഷൻ അല്ലെ. നമ്മുടെ ഡ്യൂറേഷൻ വെച്ച് തന്നെയാണ് 4 മാസത്തെ ഒരു കോഴ്സാണ്. ആ 4 മാസത്തിനുള്ളിലാണ് നമുക്ക് ഇത്രയും പഠിച്ചു തീർക്കേണ്ടത്. ഇതൊന്നും നമ്മള് മറ്റേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഓരോ ഹോസ്പിറ്റൽസിന്റെ ഡിഫറെന്റ് നീതു പ്ലീസ് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അപ്പൊ നമ്മൾ അത്രയും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുത്തിട്ടാണ് 52 ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു തീർത്ത് നമ്മൾ എക്സാം എഴുതിയത്. അപ്പൊ ഇതിനകത്ത് 8 ചാപ്റ്റേഴ്സ് വീതം 3 മൊഡ്യൂൾസിലേ ഉള്ളൂ. 24 ചാപ്റ്ററേ ഉള്ളൂ, നമുക്ക് അതിന്റെ പകുതി പോലും ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ അത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാൻ നമ്മള് മറ്റേതിനകത്താണെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ്സും പഠിച്ചു. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അവിടുത്തെ ട്രീറ്റ്മെന്റുകൾ, അവിടെ ഏതൊക്കെ ഡിസീസ് ആണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്, മെഷീൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ HA പഠിച്ചത് അല്ലെ, ഡിപ്ലോമയില്. പക്ഷെ PG കുറെ എന്താ പറയാ ഈ അവിടുത്തെ ഹോസ്പിറ്റലിന്റേതായ പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് HAPG ഈ 3 മൊഡ്യൂൾസിലായിട്ട് ഉള്ളത്. കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് 5th മൊഡ്യൂൾ, 6th മൊഡ്യൂൾ, 7th മൊഡ്യൂൾ, അങ്ങനെ ടോട്ടൽ HA ഡിപ്ലോമയും HAPG കൂടി ചേർത്ത് നമ്മളുടെ 7 മൊഡ്യൂൾസ് ആണ്. 4 മൊഡ്യൂൾസ് നമ്മള് ഡിപ്ലോമയിൽ പഠിച്ചു, +3 3 മൊഡ്യൂൾസ് നമ്മൾ ഇവിടെ എവിടെ പഠിക്കുകയാണ്, നമ്മളുടെ PG കോഴ്സിൽ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ 8 ചാപ്റ്റേഴ്സ് വീതമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ പഠിക്കാനായിട്ട്. പറ്റുന്നതുപോലെ തന്നെ അത്രയും ചില ചാപ്റ്റേഴ്സ് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ചിലതൊക്കെ ചില ചാപ്റ്റേഴ്സ്, എല്ലാം അല്ല, അപ്പൊ ചിലത്. പക്ഷെ അത് ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും കൂടുതൽ അഡീഷണൽ ആയിട്ട് ഹോസ്പിറ്റലിന്റെ പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് ഒരു ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഹോസ്പിറ്റലിന്റെ കുറെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ അതാണ്. പിന്നെ ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ്, ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, പിന്നെ സിസ്റ്റം ഓഫ് മെഡിസിന്റെ സിസ്റ്റംസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൾറെഡി നമ്മൾ അവിടെയും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളുടെ HAയിലും ഉണ്ടായിരുന്നു. പിന്നെ HRM, അവിടെയും നമ്മൾ HRM എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചു. സ്പെസിമെൻ, അതിനകത്ത് HRMനകത്ത് ഇവിടെ അതിനകത്ത് നമ്മൾ പഠിച്ചത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഹോസ്പിറ്റൽസ് പോലെയുള്ള മറ്റ് ഓർഗനൈസേഷൻസിലും ഒക്കെ എങ്ങനെയാണ് ബിസിനസ് ഓർഗനൈസേഷനിൽ അവിടുത്തെ എംപ്ലോയീസിനൊക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് HRM എന്ന് പറയുന്നത്. ഇവിടെ ഇന്റർവ്യൂ പാനൽ HR, അതായത് എംപ്ലോയീസിനെ നമ്മൾ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്, ഇന്റർവ്യൂസ്, ആ ഇന്റർവ്യൂസിനും അതുപോലെ തന്നെ എന്താ പറയാ നമ്മൾ റിക്രൂട്ട്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഓഫർ ലെറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് അവര് സൈൻ ചെയ്ത് തിരിച്ചയക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ. മറ്റേത് HRM ഓൾറെഡി നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടാണ്, എംപ്ലോയീസിന്റെ എന്താ പറയാ അവരുടെ ഹ്യൂമൻ റിസോഴ്സുകൾ എങ്ങനെ മാനേജ് ചെയ്യണം, അതിനകത്തും ചെറുതായിട്ട് റിക്രൂട്ട്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചു. റിക്രൂട്ട്മെന്റ് എന്താണ്, പിന്നെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു അല്ലെ. ഇവിടെ അതല്ല, ഇന്റർവ്യൂ പാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള HRM ആണ് ഇതിനകത്ത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഹ്യൂമൻ റിസോഴ്സുകളെ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്, അതാണ് 5th മൊഡ്യൂളിൽ ഉള്ള ഈ ഒരു ചാപ്റ്റർ HRM എന്ന് പറയുന്നത്. പിന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അവിടെയും നമ്മൾ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചു. ഇവിടെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, അതായത് ഓരോ മെഡിസിൻസ്, ഡ്രഗ്സ്, അതിനൊക്കെ ഓരോ സ്കെഡ്യൂളുകൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. പിന്നെ നമ്മൾക്ക് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചാപ്റ്റർ. അങ്ങനെ 8 ചാപ്റ്റേഴ്സ് 5th മൊഡ്യൂളിൽ കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു മാത്രം. അതുപോലെ 6th മൊഡ്യൂളിൽ നമുക്ക് മെറ്റീരിയൽ മാനേജ്മെന്റ്, മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതും, പിന്നെ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്,
HIS, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം അത് നമ്മള് എന്താ പറയാ കുഞ്ഞു കുഞ്ഞു കാര്യമൊക്കെ നമ്മള് അതൊക്കെ ഡിസ്കസ് ചെയ്ത് പോയതാ HA ഡിപ്ലോമയില് കേട്ടോ. പിന്നെ ജനറൽ ഫോംസ് ഇൻ ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റലിൽ പ്രധാനപ്പെട്ട ചില ഫോമുകൾ, ഓരോ ഫോമുകളും എന്തിനൊക്കെ വേണ്ടിയിട്ടാ, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉള്ള കുറെ ഫോം, കൺസെന്റ് ഫോമുകൾ, അങ്ങനത്തെ ഫോമുകൾ, വേരിയസ് ഫോംസ്, അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ്, എങ്ങനെയാണ് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു ലൊക്കാലിറ്റിയിൽ ഡിസാസ്റ്റർ ഒക്കർ ചെയ്താൽ ആ ഡിസാസ്റ്ററിനെ നമുക്ക് ഹോസ്പിറ്റൽസിന്റെ റോൾ എന്താണ്, ഡിസാസ്റ്ററിൽ നമുക്കറിയാം ഹോസ്പിറ്റൽസിന് തന്നെയാണ്, ആ ലൊക്കാലിറ്റിയിലുള്ള ഹോസ്പിറ്റൽസിനാണ് ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് അവർ തന്നെയാണ് വഹിക്കുന്നത്. കാരണം ഒരു പ്രദേശത്ത്, ഇപ്പൊ ഇവിടെ പറവൂർ പ്രദേശത്ത് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിലേക്കാണ് ആ ഡിസാസ്റ്റർ വിക്ടിംസിനെ നമ്മൾ എന്ത് ചെയ്യാം, വേഗം കൊണ്ടുപോകുക. ആസ് സൂൺ ആസ് പോസിബിൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും അല്ലെ. അപ്പൊ ആ ലൊക്കാലിറ്റിയിലുള്ള ഓരോ ഹോസ്പിറ്റൽസിനുള്ള പങ്കുകൾ അതൊക്കെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഉണ്ട് പഠിക്കാൻ. ഹോസ്പിറ്റൽ പ്ലാനിംഗ്, ദാറ്റ് ഈസ് ദ 8th chapter in 6th module. ഓക്കെ, ആൻഡ് 7th module വീണ്ടും ഇൻഫെക്ഷൻ കൺട്രോൾ, ഇൻഫെക്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ, as a business organization, hospitals nowadays it is concerned as a business. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽസും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തന്നെയാണ്. പണ്ടൊക്കെ ഹോസ്പിറ്റൽസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ്, ആൻഡ് ഇറ്റ് വാസ് കൺസിഡേർഡ് ആസ് എ സർവീസ്, സേവനമായിരുന്നു ലക്ഷ്യമാക്കിയിരുന്നത്. ആതുര ശുശ്രൂഷ സേവനം എന്നൊക്കെയാണ് പേര് അല്ലെ, അതൊക്കെ പണ്ട്. പക്ഷെ നവഡേയ്സ് ഇതൊക്കെ ചേഞ്ച് ചെയ്തു. ഇപ്പൊ ഇതും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തന്നെയാണ്. ബിക്കോസ് ഹോസ്പിറ്റൽസ് ഫോർ ദ ഡെവലപ്മെന്റ് ദേ നീഡ് മണി. അവർക്ക് ഓരോ ഹോസ്പിറ്റൽസിലും അവരവരുടെ ഡെവലപ്മെന്റിന് അവർക്ക് കാശ് വേണം. പുതിയ പുതിയ മെഷീൻസ്, എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇറ്റ് കോസ്റ്റ് ഹൈ അല്ലെ, ഭയങ്കര ചെലവാണ്, എക്സ്പെൻസീവ് ആണ്. ചില മെഷീൻ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോ അതിനൊക്കെ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അത്തരം മെഷീൻസിനൊക്കെ. തീർച്ചയായിട്ടും അവരുടെ ഡെവലപ്മെന്റിന് നീഡ് മണി, അവർക്ക് കാശ് വേണം. അപ്പോ എന്താ പറയാ, ഹോസ്പിറ്റൽസിനും നമ്മൾ ഇന്നൊരു ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ്. ഓർഗനൈസേഷന്റെ ബിഹേവിയർ, ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റി ഹോസ്പിറ്റൽസിന്റെ ക്വാളിറ്റി മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇൻക്ലൂഡിങ് ഓൾ സർവീസസ്, ഡ്രഗ്സ് ആയിക്കോട്ടെ, കൺസ്യൂമേഴ്സിനോടുള്ള, പേഷ്യൻസിനോടുള്ള ട്രീറ്റ്മെന്റ്, അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, എല്ലാത്തിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ്. ക്ലിനിക്കൽ ഓഡിറ്റ് മീൻസ് വൺസ് ഇൻ എ ഇയർ, ഒരു വർഷത്തിൽ ഒരിക്കലൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടണം. To find whether the patients are getting quality treatment. ഇതിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് നമ്മൾ സാധാരണ ബിസിനസ് സ്ഥാപനങ്ങളുടെ എന്താ പറയാ ഓഡിറ്റിംഗ് നടത്താറുണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് ദെയർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. അവരുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ആ സാമ്പത്തിക ഇടപാടുകളുടെ കണക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും വൺസ് ഇൻ എ ഇയർ, അറ്റ് ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ, എന്താ പറയാ അവരുടെ ഓരോ ഫിനാൻഷ്യൽ ഇയറിന്റെയും അവസാനം, സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേ മാർച്ച് 8th 9th മാർച്ച് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ബാങ്കിന്റെ ഒക്കെ കാര്യങ്ങള്, അക്കൗണ്ട്സ് ഒക്കെ ഒരു എന്താ പറയാ ക്ലോസ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അക്കൗണ്ട്സ് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ക്ലോസ് ചെയ്താലാണ് വെരിഫൈ, അത് ഓഡിറ്റിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും വെരിഫിക്കേഷനും ഒക്കെ വേണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് നെക്സ്റ്റ് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് വീണ്ടും എന്താ പറയാ കണ്ടിന്യൂ ചെയ്യാനുള്ളത് ബാക്കി വന്നിരിക്കുന്ന എമൗണ്ട് ഒക്കെ വെച്ചിട്ട്. അപ്പൊ അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ട്, അവിടുത്തെ ട്രാൻസാക്ഷൻസ്, അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ അവര് എഴുതി വെക്കുന്നത്, അവരുടെ ബാലൻസ് ഷീറ്റ് മറ്റു കാര്യമൊക്കെ ഇതൊക്കെ പരിശോധിക്കപ്പെടണം. അത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും നടത്തപ്പെടുന്നതാണ്. പക്ഷേ ഇൻ ഹോസ്പിറ്റൽസ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് നടത്തപ്പെടുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റ് നമുക്കറിയാം ഹോസ്പിറ്റൽസിലെ എങ്ങനെയാണ് അവിടുത്തെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്, വെദർ ദ പേഷ്യൻസ് ആർ ഗെറ്റിംഗ് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് അല്ലെ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതിലും എന്താ പറയാ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മൊത്തത്തിൽ ഒന്ന് അസസ് ചെയ്യേണ്ടി വരും, വിലയിരുത്തേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. പിന്നെ ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോസ്, ഹോസ്പിറ്റലിന്റെ എത്തിക്സും ലോസുമായി ബന്ധപ്പെട്ടതുള്ള. പിന്നെ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഹെൽത്ത് മാനേജ്മെന്റ്, രോഗികളുടെയൊക്കെ ഹെൽത്ത് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം. ദാറ്റ് മീൻസ് ദ റെക്കോർഡ്സ് ഓഫ് പേഷ്യൻസിന്റെ റെക്കോർഡുകൾ, അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടത്. പിന്നെ ഹോസ്പിറ്റൽ എമർജൻസി കോഡുകൾ, പിന്നെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ടേംസ്. ഇങ്ങനെ 8 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ മൊഡ്യൂൾ 7-ലുള്ളത്. അങ്ങനെ 3 മോഡ്യൂൾസ് ആണ് നമുക്കുള്ളത്, ഈച്ച് കണ്ടെയ്നിങ് 8 ചാപ്റ്റേഴ്സ്, ഓരോന്നിലും 8 ചാപ്റ്ററുകൾ. ഓക്കെ, പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ ഇതൊക്കെ ചാപ്റ്ററിന്റെ പേരൊക്കെ കണ്ടിട്ട്
പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ചാപ്റ്ററുകൾ മാത്രം കുറച്ച് ലെങ്തിയാണ്. നമുക്കറിയാം HAലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുന്ന രീതിയിലാണ് ആ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷനും അതുപോലെ തന്നെ നമ്മളുടെ മൊഡ്യൂൾസും ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ, അവിടെ പഠിച്ചതുപോലെ തന്നെ HAല് ഡിപ്ലോമയില് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഹാർഡ് വർക്കും അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നോ അതുപോലെയൊക്കെ തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഒരു സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അല്ലെ, അത് നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെ ഓൾറെഡി തെളിയിച്ചു. അതിന്റെ ഒരു പ്രൂഫാണ് HA PGയിൽ നിങ്ങൾ ഇരിക്കുന്നത്. അല്ലെ, ആലോചിച്ച് നോക്കിയേ, HA PGയിലേക്ക് നമ്മൾ കയറിയെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ HA ഡിപ്ലോമ എടുക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. സോ അത് തന്നെ ഇവിടെയും ചെയ്താൽ നമുക്ക് നല്ല ഒരു റിസൾട്ട് വാങ്ങിക്കാൻ പറ്റും. നല്ല മാർക്കോടുകൂടിയൊക്കെ ജയിച്ച് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? നിങ്ങൾ സ്ട്രോങ് ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തെങ്കിലും ബട്ട് വി ഹാവ് ടു ഇംപ്രൂവ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടോ? കാരണം men are not all perfect. ഒരിക്കലും എല്ലാം തികഞ്ഞവര്, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയവര് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഈ ആകാശത്തിന് കീഴിലുള്ള എല്ലാവരെയും കുറിച്ചും അറിവുള്ളവര് ആരും തന്നെ ഇല്ല. അല്ലെ, സംടൈംസ് വി ഹാവ് ടു ലേൺ ഫ്രം ഈവൻ ലിറ്റിൽ ചൈൽഡ്. അല്ലെ, ആലോചിച്ച് നോക്കിയേ, കൊച്ചുകുട്ടികളിൽ നിന്ന് വരെ നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ പഠിക്കാറുണ്ട്. അതായത് അവര് ജനിച്ചു വളർന്ന ടൈം, അവര് ഇന്നത്തെ രീതിയിൽ ഇന്ന് എന്തൊക്കെയാണോ അവരുടെ മുമ്പിൽ കാണുന്ന ഓരോ ഇന്നോവേഷൻസ്, പുതിയ കാര്യങ്ങൾ, പുതിയ ടെക്നോളജീസ് അവർ ജനിച്ചു വീഴുമ്പോൾ തുടങ്ങി കാണുന്നുണ്ട്. സോ അവരുടെ ബുദ്ധിയിൽ അവർക്ക് ഒരുപാട് ന്യൂ ഐഡിയാസ് ആ രീതിയിൽ അവർക്ക് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പഴഞ്ച രീതിയിൽ ഞാനൊക്കെ ഉണ്ടോ, നമ്മളൊന്നും എല്ലാവരും പറയുന്നില്ല. അപ്പൊ കുറച്ചുകൂടി കുറെ എന്താ പറയാ ബാക്കിലാണ് നമ്മളുടെ പറഞ്ഞു. ഞാൻ ഓൾറെഡി ജനുവരി 30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മള് ഇത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, റീസൺ ഇതാണ്. നമ്മുടെ HA19 എക്സാംസ് നടക്കാൻ പോകുന്നത് 21st തുടങ്ങി 28 അവസാനിക്കുന്നത്. അതുകൊണ്ട് കേട്ടോ, ടൈം ഒക്കെ പറയാം കേട്ടോ, ടൈം പറയാം. ഇതൊക്കെ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും. ഓക്കെ, നമുക്ക് HA പഠിച്ചപ്പോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ എങ്ങനെയാണ് ഇൻഫോർമേഷൻസ് നമുക്ക് തന്നിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങളിലേക്ക് പാസ് ചെയ്യും. കാരണം ക്ലാസ് എടുക്കാൻ വരുന്ന കുട്ടികൾ വേണ്ടേ, വെറുതെ നമ്മൾ വീട്ടിൽ ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കാതെ ക്ലാസ് റൂമിൽ തുടങ്ങില്ല എല്ലാവർക്കും വേണ്ടി. സോ യു ഹാവ് ടു ചെക്ക് ഇറ്റ്. അതൊന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമില് ഇൻഫോർമേഷൻസ് വരുന്നത് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. എപ്പോഴാണ് ക്ലാസ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതൊന്ന് ജോയിൻ ചെയ്യാനൊക്കെ നോക്കാട്ടോ. ഏകദേശം ടൈം ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് തുടങ്ങാന്നുള്ളത് ടൈം എന്ന് തുടങ്ങാന്നല്ല, ടൈം എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, എന്തായാലും നിങ്ങൾക്കത് തരും. യെസ്, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, അതെ, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല. നമ്മൾ എന്ത് ഇംപ്രൂവ് ചെയ്യാനുണ്ടോ? നമുക്കറിയാം. ഇപ്പൊ 6 months നിങ്ങൾ നമ്മളുടെ ഒപ്പം ക്ലാസ്സുകൾ കേട്ടു, ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എന്താ പറയാ മനസ്സിലാക്കി പഠിച്ചു. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൽ നിങ്ങൾ അത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഇനി വേണമെങ്കിൽ ഇങ്ങനെ ആയാൽ കൊള്ളാം, ഇങ്ങനെ ഉണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്, നമ്മളുടെ മറ്റു കാര്യങ്ങളല്ല. ഇപ്പൊ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങള് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഫ് യു ഹാവ് എനി സജഷൻസ് ഒന്ന് നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ, അല്ലെ, പറ്റാവുന്നതാണെങ്കിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കറിയാലോ, എന്തൊരു കാര്യവും നമ്മള് പെർഫെക്റ്റ് ആകുന്നത് മറ്റുള്ളവർ നമ്മളിൽ കാണുന്ന ചില ലിമിറ്റേഷൻസ് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ്, പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ്. അല്ലെ, അങ്ങനെയല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇംപ്രൂവ്ഡ് ആകണേ. പല അത് ചൂണ്ടിക്കാണിക്കുമ്പോ ഓക്കെ, ഐ ഹാവ് ടു മേക്ക് ഇറ്റ് ബെറ്റർ. അപ്പൊ ഞാനത് നന്നാക്കണം, എനിക്കത് കറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരും. അതിൽ ചിലപ്പോ ഒരു 1% ആൾക്കാർ വേണമെങ്കിൽ അത് അത് അവര് ആരും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ഉള്ളൂ എന്ന്, അത് വളരെ കുറച്ച് റയർ കേസസിലൊക്കെയാണ്. അല്ലാത്തവരാണെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. എന്തെങ്കിലും ഇതുപോലുള്ള സജഷൻസ് ഒക്കെ പറയുമ്പോൾ നമ്മള് എന്ത് ചെയ്യും, അത് എനിക്ക് അത് കറക്റ്റ് ചെയ്യണം, ഇതെന്റെ അതൊരു മിസ്റ്റേക്കാണ്, ഐ ഹാവ് ടു കറക്റ്റ് ഇറ്റ് എന്നൊരു ചിന്ത. അപ്പൊ നമ്മളത് കറക്റ്റ് ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രൈ നമ്മൾ നടത്തും. അല്ലെ, നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അത് ട്രൈ ചെയ്തിട്ട് പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ചെയ്തു എനിക്കത് പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഡ്രോപ്പ് ചെയ്യുക അല്ല ചെയ്യാം.
പറയാം. ഞാൻ ഇവിടെ സൗണ്ട് ഓൺ ആക്കിയിട്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ, ഓൺ മ്യൂട്ട് കൊടുത്തില്ല. ഇഫ് യു ഹാവ് എനി സജഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ഞാൻ ഇവിടെ നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ബുക്കൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. ഇനി എന്തെങ്കിലും കറക്ഷൻസ് ഞങ്ങൾ വരുത്താനുണ്ടോ, ഇങ്ങനെയുള്ള ഫീഡ്ബാക്ക് നമുക്ക് ചെറുതായിട്ടൊക്കെ അറിയുകയാണെങ്കിൽ അങ്ങനെയുള്ളത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കൊണ്ടുവരാൻ പറ്റും അല്ലെ. എല്ലാം അല്ല, ചിലപ്പോഴൊക്കെ പറ്റുന്ന രീതിയിൽ ഓക്കെ കൺവീനിയന്റ് ആകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടീച്ചിങ് സ്റ്റൈലിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞാനിപ്പോ സൗണ്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതിയെന്നോട്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ നമ്മള് ആ രീതിയിലാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക്. നമ്മൾ അങ്ങോട്ട് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നിങ്ങളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത്. ഇടയ്ക്കൊക്കെ ഏതൊക്കെ ക്ലാസ്സിൽ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കയറാറുണ്ട്. ഇപ്പൊ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന 3 ബാച്ചും 17-ലും 18-ലും 19-ലും എനിക്ക് ക്ലാസ്സസ് കിട്ടാൻ വരുന്ന ക്ലാസ്സാണ് അല്ലെ. ആലോചിച്ച് നോക്കിയേ, ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മാത്രമാണ് ഞാൻ കയറിയത്. അതിൽ ഏതോ ഒരു ക്ലാസ്സിൽ ഇടയ്ക്ക് കയറിയോന്നാവോ എന്തോ ഡൗട്ട്സ് മറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പോകുമ്പോഴും ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ക്ലാസ് എടുത്തിട്ട് ഞാൻ പോകുമ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡൗട്ട്സ് മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മിസ്സുമാരെ ബുദ്ധിമുട്ടിക്കല്ല, നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അതായത് ടോപ്പിക്കിലെ അല്ല, നമ്മൾ എടുക്കുന്ന പാഠഭാഗത്തെ അല്ല, അല്ലാത്ത എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുമായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ അപ്പുറത്തുണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഏതെങ്കിലും ബാച്ച് ആരും വിളിച്ചിട്ടുണ്ടോ? 17, 18, 19 ഇടയിൽ ഞാൻ ക്ലാസ്സിൽ വന്നിരുന്നോ? ആരെങ്കിലും ഒന്ന് പറയോ? റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ കയറിയിരിക്കുന്ന ആർക്കെങ്കിലും പറയാമോ? യെസ്, അപ്പൊ വന്നിട്ടില്ല. ഫിസാൻ ഏത് ക്ലാസ്സിലായിരുന്നു? എച്ച് ഏതിലായിരുന്നു? ഫിസാൻ അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല. FIZAN H17 ഓക്കെ. അപ്പൊ ഞാൻ കയറിയിട്ടില്ല, 17 കയറിയിട്ടില്ല. പിന്നെ 19 ഒരു പ്രാവശ്യം വന്നു. യെസ്, അതായത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഏതോ ഒരു ക്ലാസ്സിൽ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഇതുപോലെ അവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ റഷീദ നദീർ അതാണ് പേര് അല്ലെ, ഇവിടെ കാണിച്ചിരിക്കുന്ന പേരല്ല. ഓക്കെ, 19-ൽ ഞാൻ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു. എന്തോ കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെയാണ് കയറിയത്. ഓക്കെ, ബാക്കി 17-ലും 18-ലും എനിക്ക് കയറേണ്ടി വന്നില്ല. നിങ്ങൾ എന്നെ വിളിച്ചില്ല, ഞാനൊന്നും വന്നില്ല. വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അത് മറ്റു ക്ലാസ്സുകൾ നമ്മൾ വേറെ ക്ലാസ്സുകളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചിലപ്പോ ചില ക്ലാസ്സില് ടീച്ചേഴ്സ് ഇങ്ങനെ ഇതാകുമ്പോ എനിക്ക് കയറാൻ പറ്റില്ല. എല്ലാ ക്ലാസ്സിലും ഒരേ അവർ വരണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ടൈം ടേബിളും ഇതൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴേ ചില ക്ലാസ് നമുക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്. ചില ക്ലാസ് എനിക്ക് കയറാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ വന്നോളാം, ഞാൻ അപ്പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വരും. ടീച്ചറെ ഒന്ന് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, ഞങ്ങൾക്ക് ഒന്ന് ക്ലിയർ ചെയ്യണം, വിളിക്കുന്ന പറഞ്ഞതുകൊണ്ടാണ് കയറണേ കേട്ടാ. 19-കാർ അങ്ങനെ ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്. അങ്ങനെ ചില ക്ലാസ്സുകാർ അങ്ങനെ നമ്മൾ വിളിക്കും. അപ്പൊ അങ്ങനെ പോകും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എവറിത്തിങ് ഗോയിങ് സ്മൂത്ത് എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ 17-ലും 18-ലും ഒരു യാതൊരു പ്രശ്നം ഉണ്ടായാലും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോയി എന്നാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റുക അല്ലെ. അതുകൊണ്ടാണ് കയറാതിരുന്നത്. ഇടിച്ചു കയറുന്നത് ഞാൻ പറഞ്ഞൊക്കെ പോയി, നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയി. പക്ഷെ ഐ തിങ്ക് അതിന്റെ ഇടയിൽ നമുക്ക് ഗ്യാപ്പൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇതിന്റെ പോർഷൻസ് തീർക്കുമ്പോൾ മറ്റു ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനും പറ്റില്ലല്ലോ, അതുകൊണ്ട് കൂടിയാണ്. ഓക്കെ, മറ്റേത് എന്തോ അത്യാവശ്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ കയറിയത്. ഓക്കെ, അപ്പൊ അതുപോലെ അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ ക്ലാസ്സിലെ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളൂ, ബാക്കി ക്ലാസ്സുകളിൽ കണ്ടിട്ടില്ല. വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വരും. ഇപ്പൊ HPG-യിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഇനി അങ്ങനത്തെ എന്തെങ്കിലും HPG-യിൽ മിക്കവാറും എന്റെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റാത്ത ബാച്ചുകാരായതുകൊണ്ട് എന്തായാലും ഞാൻ ഒരു ക്ലാസ്സെങ്കിലും അതിനകത്ത് ചേർക്കും. നിങ്ങളുടെ ക്ലാസ്സിൽ എനിക്ക് അവർ വീക്ക്ലി ഒരവറെങ്കിലും എനിക്ക് ചേർക്കണം. കാരണം 17-ലും 18-ലും 19-ലും ഒട്ടും ഞാനില്ലാതിരുന്ന ക്ലാസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ക്ലാസ് ഞാൻ അവിടെ ഇടുമ്പോ അപ്പൊ അവിടെ കാണാം നമുക്ക്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ നമുക്ക് കുട്ടികളിൽ നിന്ന് പഠിക്കാനുണ്ടാവും. നമ്മളെപ്പോഴും വി ആർ ഓൾവേസ് എ സ്റ്റുഡന്റ് ടിൽ അവർ ഡെത്ത്. മരണം വരെ നമ്മളെല്ലാവരും ഒരു സ്റ്റുഡന്റ് ആണ്. ആരുടെയെങ്കിലും ഒക്കെ നമ്മളെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളും നമ്മുടെ പ്രകൃതി ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓരോ ദിവസവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ്, എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളിൽ നിന്നാകാം, നമ്മുടെ വീടുകളിലുള്ള ആരെങ്കിലും നിന്നാകാം അല്ലെ. ലേണിംഗ് സംതിങ് എവറി ടൈം.
ഓരോ സമയം നമ്മൾ പുതിയത് പല പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് മാത്രമാണോ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല. പ്രപഞ്ചത്തിൽ എന്തൊരു ഒത്തിരി കാര്യങ്ങളുണ്ട്. ചില ബിഹേവിയേഴ്സ് ആയിരിക്കാം പഠിക്കാറില്ലേ അല്ലെ? ചില ബിഹേവിയർ, ചില പെരുമാറ്റങ്ങൾ അല്ലെ? ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പലരിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്നും പഠിത്തമൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോ ആ പഠിത്തമൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ എവറി ടൈം വി ആർ ലേണിംഗ് സംതിങ്. എപ്പോഴും നമ്മൾ എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബുക്കുകളിൽ നിന്നാകാം അല്ലെ, ഇന്നത്തെ ആധുനികമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള രീതിയിലാകാം. ആധുനിക രീതിയിൽ ഒരുപാട് ടെക്നോളജി ഒക്കെ വളർന്നതുകൊണ്ട് മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചുങ്ങളൊക്കെ ഇല്ലേ, എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇപ്പൊ നമ്മളോട് സംശയങ്ങളൊന്നും ചോദിക്കാനില്ല. പണ്ടൊക്കെ കുട്ടികള് നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോ അമ്മയുടെ അപ്പന്റെ ഒക്കെ പിന്നാലെ നടന്ന് എന്തെങ്കിലും കാര്യങ്ങൾ എന്താ ഇങ്ങനെ ഇതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഇന്ന് നമ്മളുടെ പിന്നാലെ അവരൊക്കെ വരുന്നില്ല. എന്തെങ്കിലും കാര്യത്തിന് സംശയം ഒന്നും ചോദിച്ചില്ല. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരപ്പൊ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കും അല്ലെ? അവരതിനുള്ള ഉത്തരം അവിടെ നിന്ന് കണ്ടെത്തും. അപ്പൊ എല്ലാം ഗൂഗിളാ. പിന്നെ AI കൂടി വന്നപ്പോ അല്ലെ, ChatGPT കൂടി വന്നു കഴിഞ്ഞപ്പോ ഇനി ഒട്ടുമില്ല. നമ്മളൊക്കെ ഒരു കാര്യം അവർക്ക് ചോദിക്കാനില്ല. എന്തെങ്കിലും ചെറിയ നിസ്സാര കാര്യമില്ല, ഫോൺ എടുക്കാൻ അവർ ചോദിക്കാം. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതുപോലെയാണ് അത്. കാരണം എന്താ, അവര് ആ ഒരു രീതിയിലാണ് വളർന്നു വരുന്നത്. അവർ ജനിച്ചപ്പോഴേ മുതൽ ഈ ഒരു ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. അപ്പൊ ഇനിയും പോകെ ഏതൊക്കെ രീതിയിലേക്ക് ടെക്നോളജിയുടെ മാറ്റങ്ങൾ വരും, മനുഷ്യരിൽ ഇനിയും ഒത്തിരി മാറ്റങ്ങൾ വരും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അല്ലെ? ഇതിനൊന്നും അധികം ദൂരമൊന്നുമല്ല. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ആളുകൾ. എത്രയും ജോലികളെ സിംപ്ലിഫൈ ചെയ്യുക, നമ്മളുടെ ജോലികളുടെ ഒക്കെ ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. എല്ലാവരും എപ്പോഴും എല്ലാ കാര്യവും സ്മൂത്ത് ആയിട്ട് കറക്റ്റ് ആയിട്ട് അധികം കഠിനാധ്വാനമില്ലാതെ കാര്യങ്ങൾ നടന്നു എന്നാണ് മനുഷ്യന്മാരുടെ ഒരു ചിന്ത. അപ്പൊ അതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തോരം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഇങ്ങനെ പുസ്തകങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പഠിക്കാനില്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ നിങ്ങളിൽ നിന്നും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ടാകാം, പഠിക്കേണ്ടതുണ്ടാകാം അല്ലെ? അപ്പൊ അതിനാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ 6 months HA കോഴ്സ് പഠിച്ചതാണല്ലോ. നമ്മളില് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു അനുഭവം എങ്കിലും എന്തെങ്കിലും ഒന്ന് പങ്കുവെച്ചാൽ എനിക്ക് സന്തോഷമായിരുന്നു. ആരെങ്കിലും ഇപ്പൊ HA17 ഒരാള്, HA18 ഒരാള്, HA19 ഒരാള് ഒന്ന് പറയാമോ? നിങ്ങൾക്ക് എന്തായിരുന്നു ഈ ഒരു സ്മാർട്ട് സിറ്റിയിലെ HA ഡിപ്ലോമ പഠിച്ചപ്പോ ഉള്ള ഒരു എന്താ പറയാ എക്സ്പീരിയൻസ്, ആ ഒരു ഫീഡ്ബാക്ക് ആർക്ക് പറയാം? HA17 എനിബഡി ക്യാൻ റെപ്രസെന്റ് ആൻഡ് സേ. ഒരു HA17 അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് അതുകൊണ്ടുണ്ടായി? ഇനി അതില് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകണോ എന്ന് ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? HA17 എത്ര പേരുണ്ട്? നമ്മളാകെ ഇപ്പൊ ഒരു 32 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. എന്നെ കൂടി ചേർത്താണ് 33 അവിടെ കാണിക്കുന്നത്. 32 പേര് ഉണ്ട്. HA17 ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് വിചാരിക്കുന്ന കാര്യം ആയിക്കോട്ടെ, മാറ്റം പറഞ്ഞു. ഇതിനൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ഒന്ന് സൗണ്ട് കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ടൈപ്പ് വേണ്ട, ഇത് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ജസ്റ്റ് ഫോർ എന്താ പറയാ, നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യാം. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാനും അന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കണ്ടിട്ട് പോയതാണ്. പിന്നെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഇൻട്രോ ക്ലാസ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് പറയാമോ? HA17 ആരെങ്കിലും പറയേ, എന്തെങ്കിലും പറയേ. നിങ്ങളിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ കേൾക്കാനൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. HA17 കോൺവെക്കേഷൻ കഴിഞ്ഞോ? സർട്ടിഫിക്കേഷൻ സെറമണി കഴിഞ്ഞോ? കഴിഞ്ഞതാണല്ലോ. അപ്പൊ കഴിഞ്ഞപ്പോ നിങ്ങൾ ഇവിടെ വന്നു പോയില്ലേ? വന്നവരുണ്ടോ? എനിബഡി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നവർ ഉണ്ടോ ഇതിനകത്ത്? വന്നില്ല. വന്നവരാരുമില്ല. PG ആയതുകൊണ്ട് വന്നില്ല. സർട്ടിഫിക്കറ്റ് PG ടൈമിൽ മേടിക്കാന്ന് വെച്ചിട്ട് കഴിഞ്ഞിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചു. അപ്പൊ വന്നവരാരുമില്ല. ഓക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഇയാളെന്നെ ഒന്ന് പറഞ്ഞേ, HA17 റെപ്രസെന്റ് ചെയ്ത് എന്താണ് പറയാനുള്ളത്? എന്താ പറഞ്ഞത്? പേര് ഷിത എന്നാണ് പറഞ്ഞത്. റാഷിദ. റാഷിദ. ഓക്കെ, ഒന്ന് പറയേ റാഷിദ.
what do you feel about Smart 3 and what do you feel about our teachers? ടീച്ചേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് 3യെ കുറിച്ചൊക്കെ എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്ത് എക്സ്പീരിയൻസ് എവിടെ എന്ന് പറയാം. സ്മാർട്ട് 3 ഇവിടെ കുട്ടികൾ നമ്മുടെ ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് ആയിരുന്നു. മിസ്മാര് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ വെച്ചാല് അതുണ്ടല്ലോ മോഡ്യൂളൊക്കെ നമുക്ക് മോക്ക് ടെസ്റ്റ് വരുമ്പോ ഓരോ ദിവസം ചിലപ്പോ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും, ചില ദിവസം അറ്റൻഡ് ചെയ്യാനുണ്ടാവും, ചിലത് ഇങ്ങനെ ലാഗ് ചെയ്തിട്ട് ഇങ്ങനെ പോയി എടുക്കണുണ്ടാവും. അപ്പൊ എക്സാം ടൈമിലാണ് നോക്കണതേ. അപ്പൊ ചില ദിവസം കാര്യമായിട്ട് ഫസ്റ്റ് 2 മോഡ്യൂളും ചെയ്തിരുന്നു. തേർഡ് ആകുമ്പോ കുറച്ച് ബിസി ചെയ്തോണ്ട് അങ്ങനെ ലാഗായി പോയിട്ട് പിന്നെ അപ്പോഴക്കപ്പം ഇങ്ങനെ കുറെ നോക്കി മോക്ക് ടെസ്റ്റിൽ തന്നെയാണ് കുറെ ഉണ്ട്. നമ്മള് ഇത് വായിച്ചതും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടാണ് നല്ലോണം ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് നല്ല അടിപൊളിയായിട്ട് മാർക്ക് കിട്ടും. നല്ല ക്ലാസ് ആണ് എന്തായാലും. അത് ഓൺലൈനിലും അതെ നമ്മളെ റെക്കോർഡിംഗ് ആണെങ്കിലും അതെ ഡയറക്റ്റ് നമ്മൾ ക്ലാസ് കേട്ടിട്ടാണെങ്കിലും ക്ലാസ് കേട്ടാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്. മിസ്സിന്റെ ക്ലാസ് ഞാൻ എല്ലാ ക്ലാസ്സിലും ചിലപ്പോൾ എന്തെങ്കിലും പണിയൊക്കെ എടുത്തിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവും. എങ്കിലും ഇമ്പോർട്ടന്റ് ഒക്കെ നോട്ട് ചെയ്തിട്ട് അതൊക്കെ മാർക്ക് ചെയ്തിട്ടാണ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ തന്നെ എനിക്കൊക്കെ കിട്ടാറുണ്ട്. എനിക്ക് തീരെ ക്ലാസ് കേൾക്കാണ് അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് ചിലത് എനിക്ക് ടഫായി തോന്നിയിരുന്നത്. അതിൽ മാർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മിസ്മാർ അടിപൊളിയാണ്, ക്ലാസ് അടിപൊളിയാണ്. പിന്നെ റിസൾട്ട് ഇങ്ങനെ വൈകുന്തോറും റിസൾട്ട് എല്ലാം സർട്ടിഫിക്കറ്റ് ഇങ്ങനെ PG നേരെ വൈകുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താ ലേറ്റ് ആവുന്ന, ക്ലാസ് സമയത്തിനുള്ളിൽ കഴിയില്ലേ എന്നൊക്കെ. ഫെബ്രുവരി വരെ അങ്ങനത്തെ ടൈമിലാണല്ലോ നമുക്ക് ഒരു ഗ്യാപ്പ്, അത്ര സമയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനി നേരെ വൈകുമല്ലോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട്. ഇനി വീണ്ടും ഇപ്പൊ തുടങ്ങണ ജനുവരി ലാസ്റ്റ് അല്ലേ അപ്പൊ പിന്നെ ഇനി മാർച്ച് ഒരു ഏപ്രിൽ മെയ്യിലൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് ക്ലാസ് ചെയ്യുണ്ടാവുക. ആ ഒരു ഇതുണ്ട്. അത്രേ ഉള്ളൂ. അത് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞില്ലേ, 17-കാർക്കാണ് ആ ഒരു കുറച്ചുകൂടി ടെൻസ്ഡ് ആയത്. കാരണം വെച്ചാൽ ക്ലാസ് വൈകുന്നു, നമ്മുടെ പോർഷൻസ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും വിതിൻ ആ ഒരു ടൈമില്. നിങ്ങൾക്ക് 4 മാസത്തെ ആണ്. നിങ്ങൾ എപ്പോഴാണ് നമ്മളുടെ PG കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് 4 months ആകുമ്പോഴേക്കും നമ്മൾ എന്തായാലും ആ പോർഷൻസ് നമ്മൾ തീർക്കും. അപ്പൊ 17-കാർക്കാണ് ഞാൻ അതിന് തുടക്കം തന്നെ പറഞ്ഞത്. 17-കാർക്കാണ് കുറച്ച് ഡിലേ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോ 18 തോന്നുമായിരിക്കും, 19 സംബന്ധിച്ച് തോന്നില്ല. കാരണം അവര് എക്സാംസ് എഴുതി അപ്പൊ തന്നെ അവർക്ക് PG ക്ലാസ് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അവിടെ അങ്ങനെ വരും. കാരണം മുമ്പൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ആ ഒരു 3 ക്ലാസ്സസ് തീരുമ്പോഴാണ് നമ്മള് PG കൂടി അത് അവർക്ക് വേണ്ടി തുടങ്ങുക. നമുക്കറിയാലോ ഇതൊരു ഓൺലൈൻ ക്ലാസ് ആണ്. പിന്നെ എന്താ പറയാ, ഇത്രയും സ്റ്റുഡൻസിനെ മറ്റൊരു ഗ്രൂപ്പ് ആക്കി അത് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന അഡ്വാൻറ്റേജസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വൈകിയത്. ഓക്കെ, അറിയില്ലായിരുന്നു നമ്മള് ഈ 3 ബാച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത് തുടങ്ങാന്നുള്ളതേ. ആ ഒരു ഇത് അറിയില്ലേ. നമ്മള് കഴിഞ്ഞിട്ട് അടുത്ത സമയമാകുമ്പോ PG തുടങ്ങുമല്ലോ എന്നുള്ള ഇതാണല്ലോ നമ്മളിൽ. അതിപ്പോ ചിലപ്പോ സ്ട്രെങ്ത് കുറവായിരുന്നൊക്കെ ആയിരിക്കണം അങ്ങനെ വന്നേക്കണം. സ്ട്രെങ്ത് കൂടുതലുള്ള ബാച്ചസ് ആണെങ്കിൽ ചിലപ്പോ തൊട്ടപ്പുറത്ത് തന്നെ അതിന് അറ്റാച്ച് ചെയ്ത് തന്നെ അങ്ങനെ പോയേനായിരുന്നു. ശരി. അതായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനത്തെ ഇൻഫർമേഷൻ അങ്ങനെ ചോദിക്കുമ്പോ പറയുന്ന കിട്ടിയിരുന്നുള്ളൂ, ലേറ്റ് ആവണം എന്നുള്ള ഇത് വരുമ്പോഴേ. അപ്പൊ കുഴപ്പമില്ല, ക്ലാസ് തുടങ്ങാനായല്ലോ. ക്ലാസ് എന്തായാലും നമ്മൾ അതായത് അന്ന് തന്നെ തുടങ്ങും. ആ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ടഫായിരിക്കും അടുത്ത മോഡ്യൂൾ കുറച്ചൊക്കെ ഒന്നുകൂടെ അഡ്വാൻസ് ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ റാഷിദ പറഞ്ഞ ഫീഡ്ബാക്ക് കേട്ടല്ലോ. നമ്മുടെ ഈ ക്ലാസ് ലേറ്റ് ആയത് ലേറ്റ് ആയി എന്നുള്ളതായിരുന്നു ടെൻഷൻ റാഷിദയ്ക്ക് ഉണ്ടായിരുന്നത്. ബാക്കി ഓൾവേസ് സ്മാർട്ട് സ്റ്റുഡിയോയെ സംബന്ധിച്ചും അതുപോലെ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സിനെ കുറിച്ചും നല്ല നല്ല കമന്റുകളാണ് റാഷിദ പറഞ്ഞത്. സോ താങ്ക് യു റാഷിദ ഫോർ യുവർ ഫീഡ്ബാക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി HA18 ആർക്കാണ് പറയാനുള്ളത്? HA18 ആർക്കൊന്നും പറയാനില്ല? 18-കാര് ഒന്ന് പറയൂ. ആരും ഇല്ല? 18 ആരും ഇല്ല ഇവിടെ? നമ്മുടെ റെക്കോർഡിംഗ് ക്ലാസ് കാണാനിരിക്കും ചിലപ്പോ. എന്താ പറയാ, ഈ ജോയിൻ ചെയ്യാത്തതായിരിക്കാം. 18 ആരും ഇല്ല. ഞാനുണ്ട്. പറയൂ. പറഞ്ഞോ.
ഹായ് മാം, എൻ്റെ പേര് ഡിഗ്ന. ഡിഗ്ന പറയൂ. H18 ക്ലാസ് നല്ലതായിരുന്നു. ടീച്ചേഴ്സ് ഇപ്പൊ ഞാൻ ഓർത്ത് ഓൺലൈൻ ക്ലാസ് എത്രത്തോളം നമുക്ക് ഉപകാരമാകും അറിയത്തില്ലല്ലോ. ജനറൽ ക്ലാസ് പോലെയല്ലോ ഓൺലൈൻ ക്ലാസ്. ഞാനാണെങ്കിൽ വർക്ക് ചെയ്യുന്ന ഔട്ട്സൈഡ് ആണ്. അപ്പൊ ഔട്ട്സൈഡ് നമുക്ക് അഡ്മിൻ ലെവലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല. അതുകൊണ്ടാണ് സ്മാർട്ടിന്റെ ഇതിൽ ഞാൻ ചേർന്നത്. എനിക്ക് ഔട്ട്സൈഡിന്റെ ഒരു സർട്ടിഫിക്കറ്റും വേണം. നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് അഫിലിയേറ്റഡ് ആണല്ലോ. അപ്പൊ അതിനുവേണ്ടി അപ്പൊ ഞാൻ എത്രത്തോളം എനിക്ക് അറിയത്തില്ല. ഞാനും ജോലിയുടെ ഇടയിൽ കൂടിയാണ് ഇത് കേൾക്കുന്നത്. പക്ഷെ മോക്ക് ടെസ്റ്റിന്റെ ആ ടെസ്റ്റ് പേപ്പർ, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഞാൻ എപ്പോഴും റെഫർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ 80 above മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഞാൻ എക്സാമിന് മുമ്പും ആ എല്ലാ ക്ലാസ്സിന്റെയും മോക്ക് ടെസ്റ്റ് ആണ് എടുത്തെടുത്ത് നോക്കി എക്സാമിന് മുമ്പ് ഒരാഴ്ചക്ക് മുമ്പേ എല്ലാ പേപ്പറിന്റെയും എല്ലാ ക്വസ്റ്റ്യൻ ടെസ്റ്റ് വായിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വായിച്ച് നോക്കി. അപ്പൊ എനിക്ക് 80% above മാർക്ക് ഉണ്ടല്ലോ. എനിക്ക് തോന്നിയില്ല അത്രയും ഞാൻ സ്കോർ ചെയ്തെടുക്കുമെന്ന്. മീൻസ് വായിക്കലെന്ന് പറഞ്ഞാൽ ഒറ്റ ഓടിച്ചിട്ട് വായിക്കലാണ് ഈ ജോലിയുടെ ഇടയിൽ കൂടി തന്നെ. പക്ഷെ ഈ മോക്ക് ടെസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും റെഫർ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ജയിക്കാം. നല്ലൊരു ഇതായിരുന്നു കേട്ടോ ക്ലാസ്. ഇതുപോലെ തന്നെ PG ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഓക്കെ, താങ്ക് യു. ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ടായിരുന്നു. റിപ്പീറ്റ് ആയിട്ട് അവർ പറഞ്ഞു തരും നമുക്ക് മനസ്സിലാത്ത കാര്യങ്ങൾ. ഇപ്പൊ ഹോസ്പിറ്റൽ ഫീൽഡ് അല്ല, വേറെ ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിലും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. നല്ലതാണ്. ഇത് എനിക്കാണ് കണ്ടിന്യൂ ചെയ്ത് ഇതിനേക്കാൾ നല്ലോണം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും സ്മാർട്ട് സിക്ക്. Thank you for your good words. ഓക്കെ, രാഷിദയ്ക്ക് ലീവ് ആകണോ? ഓക്കെ, കുഴപ്പമില്ല. ലീവ് ആവണമെങ്കിൽ ആയിക്കോ. അപ്പൊ നമ്മള് അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ക്ലാസ് എടുക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എത്ര പ്രാവശ്യം ചോദിച്ചാലും പറഞ്ഞു കൊടുക്കണം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ, ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഹാപ്പിനെസ് തരിക. അപ്പൊ ഇതുപോലെയുള്ള നല്ല വാക്കുകൾ നല്ലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ, അല്ലേ? സ്മാർട്ട് സിറ്റിയുടെ ഇതിനകത്ത് കയറുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ഇരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ റെഗുലർ ആയിട്ട് ചേർന്ന ആളുകൾക്ക് ഇപ്പൊ കുറച്ച് ദിവസമൊക്കെ കയറി അപ്പൊ ഏതെങ്കിലും ക്ലാസ്സുകൾ മിസ്സാകാൻ നമുക്ക് ആഗ്രഹിക്കില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കയറണം എന്നുള്ള ഒരു വിചാരം വരും. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ബ്രേക്ക് വരുമ്പോഴാണ് പിന്നെ നമുക്ക് അയ്യോ കഴിഞ്ഞ ക്ലാസ്സൊക്കെ ഒന്നും കിട്ടിയില്ല. അപ്പൊ നമുക്കൊരു മടി തോന്നും, അല്ലെ? അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അത് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ക്ലാസ്സിലും കയറാൻ പറ്റൂ. പക്ഷെ ക്ലാസ് കയറിയില്ലെങ്കിലും ലൈവായിട്ട് കണ്ടില്ലെങ്കിലും റെഗുലർ ആയിട്ട് റെക്കോർഡഡ് ക്ലാസ്സുകളാണെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അതെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് നോക്കാം. അത് ഏതിന്റെ ആണെങ്കിലും ശരിക്കും അതാണ് ഒരു ബെനിഫിറ്റ്. ശരിക്കും അതാണ് ബെനിഫിറ്റ് മാം. റിപ്പീറ്റ് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അത് കാണാമല്ലോ പിന്നെ എപ്പോഴെങ്കിലും കാണാം. ഇപ്പൊ ഇന്നെനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നു, സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഒരു ക്ലാസ്സിനെ കുറിച്ച് ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് ചെന്ന് ആ ക്ലാസ് റൂമിൽ ചെന്ന് നോക്കാൻ പറ്റും എത്ര മന്ത്സ് കഴിഞ്ഞാലും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് ചില കാര്യങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആ ടീച്ചർ എന്താണെന്ന് നേരം പറഞ്ഞത് എന്നോർത്തിട്ട് ഞാൻ അതിൽ കയറി നോക്കിയിട്ടുണ്ട്. അതൊരു വലിയ ഉപകാരം. അതെ, അതാണ് വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇന്നിപ്പോ കയറിയില്ല അല്ലെങ്കിൽ നാളെ കയറിയില്ല, അപ്പൊ അതിന് അനുസരിച്ച് നെക്സ്റ്റ് ഡേ അതിന്റെ റെക്കോർഡഡ് ക്ലാസ് എന്താണെന്ന് കാണുക, എന്നിട്ട് അതിന്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യാതെ എടുക്കാനും പറ്റും. നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നും. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുന്ന ആ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ഇനിയിപ്പോ എന്ത് കാണാനാ, ലാസ്റ്റ് എക്സാം എഴുതാം, അല്ലെ? മോക്ക് ടെസ്റ്റ് ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ വായിച്ചു ലാസ്റ്റ് എക്സാം മാത്രം എഴുതാം. അങ്ങനെയെങ്കിലും മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. എക്സാംസിന് വേണ്ടി മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, അല്ലെ? നമ്മുടെ നോളജ് വർദ്ധിക്കാൻ. ആഫ്റ്റർ നമ്മൾ ഇതിനു വേണ്ടി ജോലിക്കായിട്ട് ചെല്ലുമ്പോൾ ഇന്ന കാര്യമൊക്കെ നമ്മൾ കേട്ടത് നമുക്ക് അവിടെയൊക്കെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇന്ന ചില ടേംസ് ഇത് നമ്മൾ അവിടെ പഠിച്ചപ്പോൾ കേട്ട ടേം ആണല്ലോ, അതെന്താണെന്ന് ടീച്ചറൊക്കെ പറഞ്ഞതൊക്കെ നമുക്ക് ഓർത്തെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതിനാണ് ഈ ക്ലാസ് കാണണം എന്ന് പറയുന്നത്. അത് റെക്കോർഡഡ് ക്ലാസ് ആണല്ലോ. അതിനാലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കാര്യത്തിന് നമുക്ക് അതിനെന്തെങ്കിലും റിട്ടേൺ കിട്ടുള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്തിനാ? എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ
അപ്പൊ ആ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ എടുത്ത എഫേർട്ട് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു കാര്യത്തിന് വേണ്ടി. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ ആ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു ഡിഗ്നയിൽ പറഞ്ഞത്. അപ്പൊ വെരി വെരി താങ്ക്ഫുൾ ടു യു. HA18 റെപ്രസെന്റ് ചെയ്തിട്ടാണ് HA18 എല്ലാ സ്റ്റുഡൻസിനും താങ്ക്സ് ഉണ്ട്. അതുപോലെ HA17 റെപ്രസെന്റ് ചെയ്ത് രാഷിദയും പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും റെപ്രസെന്റ് ചെയ്ത ഒരാൾ പറഞ്ഞു, ആരുടെയെങ്കിലും പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് എല്ലാവർക്കും ഞാനിപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് റെപ്രസെന്റ് ചെയ്ത ഒരാൾ പറയുമ്പോൾ ഹോൾ ക്ലാസിന്റെ ആ ഒരു വോയിസ് ആണ് എന്നെ സംബന്ധിച്ച് ഇത് കേട്ടപ്പോ ആ ഒരു ഹോൾ ക്ലാസിന്റെ വോയിസ് ആണ് രാഷിദയുടെയും അതുപോലെ ഡിഗ്നയുടെയും ഞാൻ കേട്ടത്. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയും, അത് അവരുടെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ വേറെ ആൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കേൾക്കണം. പറഞ്ഞാലും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിൽ നിന്നും പഠിക്കാനുണ്ടാവും നമുക്ക് ചിലപ്പോ. ഞാൻ പറയില്ല ഞാൻ ഓൾവേസ് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. ആ ശരിയാണോ കുട്ടി പറഞ്ഞത്, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് തോന്നും. കാരണം അത് നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോ ബൈ മിസ്റ്റേക്ക് നമ്മൾ അറിയാതെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ചില സമയത്ത് എപ്പോഴും നമ്മൾ എല്ലായ്പ്പോഴും ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റഡ് ആകില്ല. ചില സമയത്തൊക്കെ നമ്മുടെ മൈൻഡ് ഔട്ട് ആകുന്ന സമയമൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചില സങ്കടമുള്ള കാര്യങ്ങളാകാം, ചില ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താകാം. എന്നാലും നമുക്ക് ക്ലാസ് എടുക്കണമല്ലോ എന്ന് വന്നിരുന്ന് പറഞ്ഞ് ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോ പൊട്ടത്തരൊക്കെ ചിലപ്പോൾ പറഞ്ഞു വരും. അതാണ് മനുഷ്യന്മാരാണ്. കാരണം മനുഷ്യനാണ് എപ്പോഴും ഫീലിങ്സിന് അനുസരിച്ച് അവരുടെ എന്താ പറയാ ബിഹേവിയറിൽ അവരുടെ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുക, അത് റിഫ്ലക്ട് ചെയ്യുക മനുഷ്യർക്കാണ്. മനസ്സിലായി. അപ്പൊ ഫീലിങ്സ് ഏറ്റവും കൂടുതൽ ഉള്ളത് മനുഷ്യർക്കാണ്. അപ്പൊ അതുകൊണ്ട് പല ഫീലിങ്സിനെയും ചിലപ്പോ ചില സംഗതികൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകും. ആ ഒരു പ്രത്യേക സിറ്റുവേഷനിലായതുകൊണ്ട് ഇത് ഇത്രയും തെറ്റാണോ ഞാൻ പറഞ്ഞത്, തെറ്റായുള്ള കാര്യമാണോ ഞാൻ ചെയ്തത് എന്നുള്ളത് പിന്നീടായിരിക്കും നമുക്ക് ബോധ്യം വരാം. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? അത് നമുക്ക് ഇങ്ങനെയുള്ള ഫീലിങ്സ് നമ്മളെ ഇതാക്കുമ്പോഴാണ്, ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. എവറിത്തിങ് ഓക്കെ ആണെങ്കിൽ ആളുടെ മെന്റൽ ഇതൊക്കെ എല്ലാം ഓക്കെ ആണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാ വന്ന് ഇരുന്ന് ക്ലാസ്സിലെടുത്ത് പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി ആർ നോട്ട് പെർഫെക്റ്റ്. അപ്പൊ നമ്മള് പെർഫെക്റ്റ് അല്ല. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കേൾക്കുമ്പോൾ കുട്ടികളിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മളും അത് പഠിക്കുകയാണ്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് നന്നായി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഇനിയും നന്നായി ബെറ്റർ ആക്കാൻ പറ്റും. കാരണം ഇപ്പോഴും അവര് നല്ല ക്ലാസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിനേക്കാൾ ഇനിയും എനിക്ക് കുറച്ചുകൂടി നന്നായി ബെറ്റർ ആക്കി പറ്റിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ള, അല്ലെങ്കിൽ എന്റെ ഇതിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവരാറുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഇതൊക്കെ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എപ്പോഴും അതിന് വേണ്ടിയിട്ടാണ്. സോ ഇഫ് യു ഹാവ് ടു കറക്റ്റ് സംതിങ്, ഇഫ് യു ഹാവ് ടു ഇംപ്രൂവ് സംതിങ്, ഈ ഫീഡ്ബാക്ക് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു ഡിഗ്ന വൺസ് അഗെയിൻ ആൻഡ് രാഷിദ. ഇനി HA19 ആരണ്ടൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഇത് പറയാമോ പെട്ടെന്ന്? ഈ ഇൻട്രോ ക്ലാസ് നമ്മൾ ഉദ്ദേശിച്ചതാണ്. എന്നെ കാണാതെ പോയിട്ട് കുറച്ച് നാളുകളായല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങളെ കണ്ടെത്തുക എന്നുള്ളതും നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറയുക, നിങ്ങളൊക്കെ ഒന്ന് കാണാനും നിങ്ങളുടെ ക്ലാസ്സുകളുടെ ഫീഡ്ബാക്കുകൾ HAയുടെ ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. അപ്പൊ അതിനാണ് ഇത് ഒരു പ്രത്യേക സമയം കണ്ടെത്തി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നത്. ഓക്കെ, HA19കാർക്കൊന്നും പറയാനില്ല? പറഞ്ഞോ, അവര് പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളതെന്നൊന്നും വിചാരിക്കണ്ട. നമ്മുടെ വോയിസ് കൂടി ഒന്ന് കേൾക്കുക, അതാണ്. നിങ്ങളുടെ വോയിസ് ഒന്ന് കേൾക്കുക. HA19 ആരും ഉണ്ടായിരുന്നല്ലോ ഇവിടെ? പറഞ്ഞപ്പോ HA19 ഇവിടെ ടൈപ്പ് ചെയ്ത് വന്നല്ലോ. മറ്റും പറയോ? നമ്മുടെ സമയം തീരാൻ പോവുകയാണ്. ആരുമില്ല? നോബഡി? അത് മോശമായി പോയല്ലോ. വിജി ഒട്ടും പ്രതീക്ഷിക്കാതെ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരാളാ ഞാന്. അത് ഓൺലൈൻ ക്ലാസ് ആവുമ്പം എത്രത്തോളം പോസിബിൾ ആവുമെന്ന് യാതൊരു കാര്യത്തിലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ല. നല്ല വ്യക്തമായിട്ട് നല്ല വൃത്തിയായിട്ട് ടീച്ചേഴ്സ് എത്ര പ്രാവശ്യം പറഞ്ഞാലും ചോദിച്ചാലും ഒരു മടിയും കൂടാതെ പറഞ്ഞു തന്ന് നമുക്ക് മനസ്സിലാകുന്ന പോലെ അതുപോലെ നല്ലപോലെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം ക്ലാസ് കൂടാൻ പറ്റിയില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ റെക്കോർഡഡ് ക്ലാസ്സും എല്ലാം കൂടാൻ പറ്റുന്നോണ്ട് പഠിത്തത്തിന്റെ കാര്യത്തിൽ യാതൊരു വിഷയം ഉണ്ടായിട്ടില്ല. അത് കറക്റ്റ് ആയിട്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റ് ആണെങ്കിലും ഇപ്പം മെസ്സേജ് അയച്ച് പറഞ്ഞ പോലെ ഇപ്പൊ ഈ എക്സാം ആ സമയത്ത് അതൊരു വിഷയമായിട്ട് തോന്നിയില്ല.
പഠിച്ച് അന്നേരം അങ്ങ് ചെയ്തു വന്നപ്പം. പക്ഷെ ഇപ്പം പരീക്ഷയുടെ എക്സാമിന്റെ സമയം ആയതുകൊണ്ട് ഞങ്ങൾക്ക് എക്സാം ആയിട്ടില്ല. അപ്പൊ എക്സാമിന്റെ സമയമായപ്പോ നോക്കിയപ്പം എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് മൊഡ്യൂൾ വൈസ് ആയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരുന്നല്ലോ എന്ന് തോന്നി. അല്ലാതെ വേറെ Module wise means മറ്റേ മോക്ക് ടെസ്റ്റ് അല്ല, സോറി, ഗൈഡിലത്തെ കാര്യമാണോ പറയുന്നത്? വിജിയുടെ വോയിസ് സ്റ്റക്ക് ആണ്. ഇതുവരെ തോന്നിയില്ല. ഇതെല്ലാം മനസ്സിലായി. അതുകൊണ്ട് നല്ല ക്ലാസ് ആയിരുന്നു, എല്ലാം നല്ലതായിരുന്നു. പിന്നെ കുറെ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്മാർട്ട് ശ്രീ തന്നെ പഠിച്ച ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കറിയാം. അപ്പൊ അവര് പറഞ്ഞു തന്ന ഒരു ഇതും ഉണ്ടായിരുന്നു. ഒന്നും പേടിക്കാനില്ല, ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. ജോലിക്ക് ശ്രമിക്കുമ്പോഴാണേലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണേലും ക്ലാസ്സിൽ കയറി, ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സിൽ കയറിയിട്ടുള്ള ഒരു ഇത് വെച്ച് ഇന്റർവ്യൂവിനോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണേലും നമുക്ക് പറയാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു അനുഭവമായിരുന്നു. ഒട്ടും ഓൺലൈൻ ക്ലാസ് ഇതുപോലെ നല്ലപോലെ ചെയ്യാൻ പറ്റും എന്നോ അല്ലെങ്കിൽ ഇത്രയും ഉപകാരപ്പെടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ച ഒരാളല്ല. കാരണം ഓരോ പ്രാവശ്യവും ക്ലാസ് ഒരു ദിവസം എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിയാലും അത് എനിക്കൊരു സജഷൻ ആയിട്ട് പറയാനുള്ള എന്നാന്ന് ചോദിച്ചാൽ, ഈ റെക്കോർഡഡ് ക്ലാസ് വരുമ്പോ അത് കറക്റ്റ് ഈ അന്ന് പിറ്റേ ദിവസത്തെ ക്ലാസ്സിന്റെ കൂടെ വെക്കാതെ അതൊരു രാവിലെ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് അതോടെ കേട്ടിട്ട് അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുമായിരുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് കറക്റ്റ് ആ ക്ലാസ്സിന്റെ കൂടെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അത് കഴിഞ്ഞു പോയ ക്ലാസ് കേൾക്കാൻ പറ്റത്തുമില്ല. പിന്നെ റെക്കോർഡർ ക്ലാസ് അത് കഴിഞ്ഞിട്ടായിരിക്കും, ഈ നമ്മൾ ആ പിറ്റേ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും അത് കൂടാൻ പറ്റുന്നത്. അപ്പൊ ഒരു കണ്ടിന്യൂഷൻ കിട്ടാറില്ല. അതുകൊണ്ട് അത് ഒരു രാവിലെയൊക്കെ അത് അപ്ലോഡ് ചെയ്യുമായിരുന്നെങ്കിൽ അതോടെ കേട്ടിട്ട് പിറ്റേ ദിവസത്തെ ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ച് കണ്ടിന്യൂവേഷൻ കിട്ടൂല്ലോ എന്ന് വിചാരിക്കാറുണ്ട്. അതൊരു സജഷൻ ആയിട്ടുള്ളൂ, ബാക്കി എല്ലാം നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ വിജി HA19 റെപ്രസെന്റ് ചെയ്താണ് വിജിയുടെ സജഷൻസും അതുപോലെ തന്നെ വിജിയുടെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയത്. ക്ലാസ് വൈസ് എല്ലാവരും അവർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മീറ്റിംഗുകാരൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയാ, വളരെ സപ്പോർട്ടീവ് ആണ്. എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള് വീണ്ടും നമുക്കൊന്ന് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. നമുക്കറിയാം ഈ ഡ്യൂറേഷന്റെ ഇടയിൽ അത് തീർക്കണം, അതുപോലെ തന്നെ വ്യക്തമാക്കി മനസ്സിലാക്കി തരുമോ വേണം. അപ്പൊ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റെക്കോർഡഡ് ക്ലാസ്സും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ സജഷൻ പറഞ്ഞ കാര്യത്തിന് ഒരു ചെറിയ മറുപടി ഞാൻ പറയട്ടെ. നമ്മൾ ഈ ക്ലാസ് ഇപ്പൊ അറ്റ് പ്രസന്റ് നമ്മളുടെ ഇപ്പൊ ഈ ഒരു ഗൂഗിൾ മീറ്റില് നമ്മൾ ഈ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും എല്ലാ ക്ലാസ്സും ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? കാരണം ഇത് റെക്കോർഡ് ചെയ്യണം. ചില ആളുകൾക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് നമുക്ക് അവർക്ക് കൂടി ഇട്ടുകൊടുക്കണം. സീറ്റ് കൊടുക്കുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതില്ലേ നമ്മളുടെ ഈ ഗൂഗിളുകാര്, ഗൂഗിൾ എന്ന് പറയുന്ന ഈ സാധനമില്ലേ, ഇവര് ഒരു ഇത് ഡൗൺലോഡ് ചെയ്ത് നമുക്കത് ക്രിയേറ്റ് ചെയ്ത് തരുമ്പോഴേക്കും ഐ തിങ്ക് അത് രാത്രിയാകും. മീൻസ് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധരാത്രി 10-12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതിങ്ങനെ ഡൗൺലോഡായി വരുള്ളൂ എന്നാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. മനസ്സിലായി? അതുകൊണ്ടാണ് അത്. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമുക്കറിയാലോ സ്റ്റാഫ് ഒക്കെ ഇവിടുന്ന് ഓൾറെഡി പോയിട്ടുണ്ടാവും. 5:30 വരെയാണ് അവരുടെ ഇത്. അപ്പൊ അപ്പോഴേക്കും അവർ പോയിട്ടുണ്ടാകും. പിന്നെ പിറ്റേ ദിവസം 9:30 വന്നിട്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം എടുത്ത് അതാത് ക്ലാസ്സുകളിലേക്ക്, അറിയാലോ കുറച്ച് അധികം ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അത് HA മാത്രമല്ല, HR ഉണ്ട്, മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അവരവരുടെ ക്ലാസ് റൂമിലേക്ക് തെറ്റാതെ മാറിപ്പോകാതെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, അല്ലേ? അപ്പൊ അതൊക്കെ ഇട്ട് തരണേ. അത് ലോഡ് ആകാനും ഇറ്റ് ടേക്സ് ടൈം. ഐ തിങ്ക് അതിനും സമയം എടുക്കും തോന്നുന്നു നിങ്ങൾക്ക് ഇതിലേക്ക് വരാനായിട്ടേ. അങ്ങനെ വരുന്നവര് ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെയാണ്. കാരണം ഇത്രയും വലിയൊരു ഒറ്റ മണിക്കൂറിന്റെ 1 മണിക്കൂറല്ല 2 മണിക്കൂർ ക്ലാസ് ആണല്ലോ. 1 മണിക്കൂർ വെച്ച് 2 മണിക്കൂർ ക്ലാസ് ആണ്. അപ്പൊ അത്രയും ക്ലാസ് മുഴുവനും അവർക്ക് അത് ജനറേറ്റ് ചെയ്തെടുത്തിട്ട് വേണം ഗൂഗിളിന് നമുക്ക് തരാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഡിലേ വരുന്നത്. നമ്മൾ കുറെ പ്രാവശ്യം ഇത് കുറച്ച് കുട്ടികളൊക്കെ ഇതുപോലെ നേരത്തെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കി, പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻ എങ്ങനെയാണ്, അങ്ങനെയാണ് അത് വരിക എന്നാ പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ അതാണ് അതിന്റെ ഒരു ഡ്രോബാക്ക് ഉള്ളത്.
നമുക്ക് അറിയാം, മനസ്സിലായി. അടുത്ത ദിവസത്തെ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അടുത്ത മോർണിംഗിലാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് അത് നമുക്ക് ഇനി എത്രത്തോളം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ ഇത് പറഞ്ഞത് ഒന്നുകൂടി പറയാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ കേട്ടോണ്ടിരിക്കുന്നത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് എഴുതി വെച്ചത്. അപ്പൊ ഓക്കെ. അപ്പൊ HA19-കാരുടെയും നല്ല വാക്കുകൾക്ക് റെപ്രസെന്റ് ചെയ്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫോർ ഓൾ HA19 സ്റ്റുഡൻസ് കേട്ടോ. പരീക്ഷയൊക്കെ നിങ്ങൾ നന്നായി എഴുതുക. HA19-കാർക്ക് മാത്രമാണ് ഇനി പരീക്ഷ കഴിയാനുള്ളത്. നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് എഴുതുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്യാപ്പ് വന്നേക്കുന്നത്. അപ്പൊ എക്സാം ഒക്കെ മര്യാദയ്ക്ക് എഴുതുക. മര്യാദയ്ക്ക് എഴുതി നല്ല മാർക്കൊക്കെ വാങ്ങിക്കുക. എന്നിട്ട് PG-യുടെ ക്ലാസ്സുകളിലേക്ക് നല്ല രീതിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഹാപ്പി ആണോ എല്ലാവരും? സ്മാർട്ട് സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ടത് ആരും ഹാപ്പി? സന്തോഷല്ലേ? നിങ്ങളെ പോലുള്ളവരുടെ നല്ല നല്ല വാക്കുകളൊക്കെയാണ് നമുക്കും സന്തോഷം തരിക. ഇപ്പൊ അതുകൊണ്ട് ആ വാക്ക് നിങ്ങളോട് പറയാൻ പറഞ്ഞു. ഓക്കെ. എന്താ പറയാ, മെസ്സേജ് അയക്കാതെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 30th ആണ്. ജനുവരി 30th ആണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് തീർച്ചയായും ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണ് സമയമൊക്കെ അന്നേരം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എന്തെങ്കിലും ഇവിടെ ഒരു സിസ്റ്റർ രശ്മി കാണുന്നുണ്ടല്ലോ. ഓക്കെ. താങ്ക് യു. ജസ്റ്റ് എവിടെയാന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ചോദിച്ചതാണ്. സിസ്റ്ററിനെ കാണുന്നുണ്ട് അവിടെ. അപ്പൊ സിസ്റ്ററിനെ ഇപ്പൊ അവിടെ സിസ്റ്ററിനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് മാറിയിരിക്കുകയായിരിക്കും. ജസ്റ്റ് ഒന്ന് കണ്ടപ്പോ ചോദിച്ചു നോക്കാം. സോ താങ്ക് യു വൺസ് അഗൈൻ ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് ലവിംഗ് വേർഡ്സ് കേട്ടോ. നിങ്ങൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നു. നിങ്ങളുടെ സപ്പോർട്ടും നമുക്ക് ഇനി മുന്നോട്ടുള്ള ഓരോ ചുവടുവെപ്പിലും വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ട്സും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടാണ് ബാച്ചില് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല, ചെന്ന് ചേർന്നോ എന്ന് പറഞ്ഞു. കണ്ടല്ലോ. അപ്പൊ നല്ല വാക്കുകൾ അത് ആരുടേതായിരുന്നാലും തീർച്ചയായിട്ടും കാരണം പഠിച്ചു പോയവരാണ് നമ്മൾ. എല്ലാവരും ട്രാൻസ്പെറന്റ് ആണ്. ഒന്നും പൊളിച്ചു വെക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് തന്നെ ഷെയർ ചെയ്യാം. അതുകൊണ്ടാണ് ആ കുട്ടി പറഞ്ഞത് ഒന്നും പഠിക്കാതെ പോയി ചേർന്നോ സ്മാർട്ട് സിറ്റിയില് നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ നല്ല വാക്കുകൾക്കും ആ കുട്ടികളൊന്നും പറഞ്ഞേക്കണം കേട്ടാ. ആരായിരുന്നു അത്? വിഘ്നയാണോ പറഞ്ഞേ? അല്ലെങ്കിൽ രാഷ്ട്രീയാണോ പറഞ്ഞത്? അല്ലെങ്കിൽ പിച്ചിയാണോ അത് പറഞ്ഞത്? അപ്പൊ അവരോടൊന്ന് പറഞ്ഞേക്കാം കേട്ടോ. ടീച്ചർ പറഞ്ഞു, നിഷാ മിസ് പറഞ്ഞു തന്നെ പറയണേ. കുട്ടിയോട് പറഞ്ഞേക്കാം. ഞാൻ ഇങ്ങനെ ടീച്ചറോട് പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ സ്മാർട്ട് സിറ്റിയിൽ ഇത് കണ്ടു, അതുകൊണ്ട് ഞാൻ ചേർന്നോ, എന്താണ് അവിടുത്തെ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ ബിജിയാണ് പറഞ്ഞത്. ഓക്കെ ബിജി ഒന്ന് പറഞ്ഞേക്കാം ആളിനോട് കേട്ടോ. നിഷാ മിസ് വളരെ എക്സ്ട്രാ താങ്ക്സ് ആളോട് പറഞ്ഞിട്ട് പറയാം. നിങ്ങളൊക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്താലാ നമുക്ക് ഇനിയും കുറെ ആളുകളിലേക്ക് ഇതൊക്കെ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ എത്തിക്കാൻ പറ്റുമല്ലോ അല്ലെ. അപ്പൊ അത് എല്ലാവർക്കും ഗുണം ചെയ്യട്ടെ. കാരണം എല്ലാവർക്കും ചിലപ്പോ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പഠിക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. നമ്മള് ഒരു എന്താ പറയാ ഒരു ആവറേജ് മനുഷ്യന്മാരെ കൂടി നോക്കണം. വലിയ ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കോഴ്സസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ. അപ്പൊ പക്ഷെ അതിന് അത്രയൊക്കെ എല്ലാവരെയും കൊണ്ട് പറ്റുന്ന കാര്യമല്ല അല്ലെ. മാത്രമല്ല ഇത് നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ, അതിന്റെ റെക്കോർഡ് ഉണ്ട്, ലൈവ് ഉണ്ട്, അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കാം. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളപ്പോ നമ്മൾ ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ സമയമൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെയാണല്ലോ വരുന്നത് അല്ലെ. അപ്പൊ നീയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഏത് സമയവും ഇതുണ്ട്. എന്താ പറയാ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു വിശ്വാസം കൂടി ഉണ്ടായിക്കോട്ടെ കേട്ടാ. അപ്പൊ ഈ ഒരു മണിക്കൂർ നമ്മൾ ഒരുമിച്ചിരുന്നു. നമ്മുടെ ക്ലാസ്സുകൾ, ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേൾക്കാനായിട്ട് വന്ന എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. ഇനി ഇതിന്റെ റെക്കോർഡ്സ് കാണുന്നവര് അവർക്കും. ഓക്കെ. നന്നായി കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം നമ്മള് ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ നമുക്ക് ഇത് കാണാം. ഓക്കെ. എന്തായാലും നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ കേൾക്കും. കാരണം ഈ 3 ബാച്ചിലേക്ക് ഒരുമിച്ച് ഇരുത്തിയാണ്. കാരണം ഞാൻ ഇരുത്താത്ത ക്ലാസ്സാണ്.
ഞാൻ ആർക്കും ഇവിടെ ക്ലാസ് ആയിട്ട് എടുത്തിട്ടില്ല, നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇവിടെ ക്ലാസ് ഓർത്തിരിക്കണോ അത്. ഓക്കെ, സോ സി യു, നമുക്ക് ക്ലാസ്സിൽ കാണാം അല്ലേ? ലീവ് ചെയ്താലോ? once again, thank you. See you all. Bye. Thank you. Thank you, ma'am. Thank you. Thank you. Thank you. Thank you all of you.